ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന സിനിമ ആഗസ്റ്റ് 7-നാണ് തിയേറ്ററിലെത്തുന്നത്. ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ, ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോ ആന്റണിയുമാണ് പ്രധാന താരങ്ങളെ അഭിനയിക്കുന്നത്. ചിത്രത്തിൽ മോഹൻലാൽ, ബോബി കുര്യൻ, സായി കുമാർ, KB ഗണേഷ് കുമാർ, TG രവി, ജാഫർ ഇടുക്കി, ചിപ്പി രഞ്ജിത്ത്, മിയ ജോർജ് എന്നിങ്ങനെ വളരെ മികച്ച ഒരു താരനിര തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ജൂഡ് ആന്റണി ജോസഫ്, അഖിൽ കൃഷ്ണ, ലിനീഷ് നെല്ലിക്കൽ എന്നിങ്ങനെ 3 പേരാണ്. ജോമോൻ T. ജോൺ, അഖിൽ ജോർജ് എന്നിങ്ങനെ 2 പേർ ഛായാഗ്രഹണം നിർവഹിക്കുന്നു. ചമൻ ചാക്കോ എഡിറ്റിംഗും ജെക്സ് ബിജോയ് സംഗീത സംവിധാനവും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ഈ സിനിമയുടെ കേരള പ്രീസെയിൽ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 45 ലക്ഷത്തിന് മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് പ്രീസെയിൽ 70 ലക്ഷത്തിന് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ അഡ്വാൻസ് ബുക്കിംഗിന്റെ കാര്യത്തിൽ വളരെ മികച്ച തുടക്കം ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ലോകേഷ് കനകരാജ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന DC എന്ന സിനിമയും ആഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കുകയാണ്. കലാനിധിമാരന്റെ സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ഈ സിനിമ അരുൺ മാതേശ്വരനാണ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്തിട്ടുള്ളത്. വാമിക ഗബ്ബി, സജ്ജന കൃഷ്ണമൂർത്തി എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. അഡ്വാൻസ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം 85 ലക്ഷം രൂപയാണ് നിലവിൽ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. കുഞ്ചാക്കോ ബോബൻ നായകനായി കിരൺദാസ് സംവിധാനം ചെയ്ത് ജൂലൈ 31-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഉന്മാദം. ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, സാബുമോൻ സുധീഷ് എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 35 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരള കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തത് 3,34 ലക്ഷം രൂപയാണ്. 5 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസായി 3,73 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ടോട്ടൽ 5 ദിവസം കൊണ്ട് 5,01 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഇന്ന് സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 25-30 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 3,60 ലക്ഷം റേഞ്ചിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് 5,50 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ജൂലൈ 30 വ്യാഴാഴ്ച ിലെത്തിയ മലയാള സിനിമയാണ് പ്ലൂട്ടോ. ആദിത്യ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നീരജ് മാധവ്, അൽതാഫ് സലീം, അജു വർഗീസ്, ആഷ ചാന്ദിനി ബൈജു എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ 6-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 11 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 6 ദിവസം കൊണ്ട് 1,07 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 1,16 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 6 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി 1,40 ലക്ഷം റേഞ്ചിലും നേടിയെടുത്തിട്ടുണ്ട്. ഇനി 7-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 10 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ കേരളത്തിൽ 1,17 ലക്ഷം റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് 1,50 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ജൂലൈ 30 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരുന്ന ഹോളിവുഡ് സിനിമയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ഈ സിനിമ 6-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 1,90 ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസായി 29,80 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 26,60 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 409,98 ലക്ഷം രൂപയാണ്. 3D എക്സ്പെൻസ് ഒഴിവാക്കിയുള്ള ഈ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 361,84 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് സിനിമയ്ക്ക് ഷെയറായി കിട്ടിയിരിക്കുന്നത് 165,18 ലക്ഷം രൂപയാണ്. ഇനി 7-ാം ദിവസം കൂടിയായ ഇന്ന് ബുധനാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 1,60 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് 28 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 22 കോടി റേഞ്ചിലാണ്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഈ സിനിമ ആദ്യ 7 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 432 കോടി റേഞ്ചിലാണ്. $225 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 11,000 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ക്രിസ്റ്റഫർ നോളന്റെ ദി ഒഡീസി എന്ന ഹോളിവുഡ് സിനിമ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 20 ദിവസമാണ് പിന്നിടുന്നത്. ചിത്രം 19-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 17,80,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ 19 ദിവസം കൊണ്ട് 12 കോടി 17 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 203,63 ലക്ഷം രൂപയാണ്. ഇന്ത്യയിൽ നിന്ന് ഷെയറായി സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് $21.40 മില്യൺ, അതായത് 87,48 ലക്ഷം രൂപയാണ്. $250 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി $922 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. ദളപതി വിജയന്റെ ജനനായകൻ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 14 ദിവസമാണ് പിന്നിടുന്നത്. ഇന്നലെ വരെയുള്ള 13 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 144,43 ലക്ഷം രൂപയും കർണാടകയിൽ 30,99 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. കേരളത്തിൽ 16,38 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 230,93 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് 89 കോടി കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി ആദ്യ 13 ദിവസം കൊണ്ട് 319,93 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. 14-ാം ദിവസമായ ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 12 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 2 ആഴ്ച പിന്നിടുമ്പോൾ കേരളത്തിൽ 16,50 ലക്ഷം റേഞ്ചിലാണ് ജനനായകൻ എത്തിച്ചേർന്നിരിക്കുന്നത്. 14 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 323 കോടി റേഞ്ചിലാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.